അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളി ഇട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുവനെ. അപ്പോൾ നമസ്കാരം. സംസാരം ടി വിയുടെ പാചക വിദഗ്ധരെ തേടിയുള്ള യാത്ര ഇന്ന് നമ്മുടെ ലില്ലിയമ്മേൻ്റെ അടുത്താണ് വന്നിരിക്കുന്നത്. ലില്ലിയമ്മ പാചകത്തിൽ നല്ല കൈപ്പുണ്യമുള്ള ഒരാളാണ്. അത് ഞങ്ങളിങ്ങനെ കേട്ടറിഞ്ഞ് അമ്മേനെ അന്വേഷിച്ച് ചക്കട്ടപ്പാറയിലാണ് എത്തിയിരിക്കുന്നത്, കോഴിക്കോട് ജില്ലയിൽ. അമ്മച്ചി, എന്നോട് വിശേഷം? സുഖം തന്നെ. ആണോ? പാചകത്തിലൊക്കെ ഭയങ്കര കൈപ്പുണ്യാന്ന് കേട്ടിരിക്കുന്നത്. കുറേയൊക്കെ ചെയ്യും. എല്ലാ ഐറ്റംസും ചെയ്യും? എല്ലാ ഭക്ഷണങ്ങളും എല്ലാം ചെയ്യും. ആണോ? ചെറുപ്പം മുതലേ പാചകമൊക്കെ നല്ല മുതലേ എൻ്റെ അമ്മച്ചി നന്നായിട്ട് പാചകം ചെയ്യും. അങ്ങനെ ഞങ്ങളെയും പഠിപ്പിച്ചു. അതെ, അങ്ങനെ ഞങ്ങൾ ചെയ്യും. ഇപ്പം നമ്മളും പാചകത്തിൽ വിദഗ്ധരായി. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ പാചകത്തിൻ്റെ ആ ടെക്നിക്കൊക്കെ ഒന്ന് പറഞ്ഞ് എല്ലാം ഒന്ന് പരിചയപ്പെടും. ഇന്ന് എന്നതാണ് നമ്മൾ വെക്കുന്നത്? നമ്മളിതിപ്പം അയല കറി വെക്കുകയാണ്. അയലക്കറിയാണ്. അയലക്കറി. അമ്മച്ചിയുടെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ? ഇത് സാധാരണ നമ്മൾ ഇഞ്ചിയും മുളകൊക്കെ അരിഞ്ഞിടുകയൊക്കെ ഉള്ളൂ. ഇത് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഇളക്കി കടുക് പൊട്ടിച്ച് അതിൻ്റെ അകത്തിട്ട് ഇളക്കി വെച്ചിട്ട് അപ്പോൾ ഉലുവയും കടുക് ഇടില്ല, അത് പൊടിയായിട്ട് അവസാനം കറിക്കകത്ത് വിതറും. അപ്പം ആ രുചി അതിലങ്ങ് വെക്കും. അങ്ങനെ ചെറിയ ചെറിയ ടിപ്സുകളുണ്ട് ഇതിനകത്ത് അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ ലില്ലിയമ്മയുടെ നല്ല അടിപൊളി ഒരു അയലക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് കാണാം അല്ലേ? എന്നാൽ തുടങ്ങുമല്ലേ? തുടങ്ങാം. നമുക്ക് തീ കത്തിക്കാം. ചൂടായിട്ട് നമുക്കിനി എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കട്ടെ. സാധാരണ ഇനി കടുകൊക്കെ ഇടുക. ഇപ്പം ഇത് ഞാനും അങ്ങനെയല്ല ഇടുന്നത്. ഇത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇട്ട് അതിലിടാം കേട്ടോ. ഇതതിൻ്റെ പേസ്റ്റാണേ. എന്നിട്ട് ഇത് നമുക്ക് നല്ല നല്ല വഴറ്റാം. സാധാരണ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞിടുക ചെയ്യുന്നത്. ഇത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് ഇടുന്നത്. കടുക് ഇപ്പം ഇട്ടിട്ടുമില്ല, കടുക് ഉലുവയൊന്നും ഇടയില്ല ഇപ്പം. ഇതിനി മൂക്കട്ടെ. മൂത്ത് കഴിഞ്ഞിട്ട് കരിയാപ്പില ഇട്ട് മുളക് പൊടി ഇടണം. ഇനി ഇതിൽ നമുക്ക് കരിയാപ്പില ഇടാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ലേശം മഞ്ഞൾപ്പൊടി എടുക്കണം. ഇനി മുളക് പൊടി കുറച്ച് കാശ്മീർ ചില്ലിയും കൂടി ഇടാം കേട്ടോ. ഇത് കളറിന് വേണ്ടിയിട്ടാണേ. ഇരുന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം. നമ്മൾ ഈ ബൗളിൽ മഞ്ഞൾ പൊടിയും കാശ്മീർ ചില്ലിയും സാധാരണ മുളക് പൊടിയും ഉപ്പ് ഇട്ടു. ഇനി ഇത് നമ്മളിനി ഈ അരച്ച് നമ്മുടെ അടുപ്പത്തേക്ക് ഈ വെള്ളത്തിലിട്ട് ഇളക്കിയിട്ട് ഈ അടുപ്പത്തേക്ക് ഒഴിക്കാം. സാധാരണ എല്ലാവരും ഇത് ആദ്യമേ പൊടിയെല്ലാം കൂടെ ഒന്നിച്ച് അങ്ങ് ഇടുക ചെയ്യുന്നത്. ഞാനിത് ഇങ്ങനെ കലക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇതിലിടുക. ഇനി ഇതിലേക്ക് പുളി ഇടണം. ഈ പുളിയൊന്ന് നമുക്ക് ചെറുതാക്കി ഇടാം കേട്ടോ, ഇത്രയും വലുതാക്കി ഇടാതെ. ഇനി ഇത് തിളക്കട്ടെ.
അരപ്പ് തിളച്ചു. ഇനി നമുക്ക് ഈ മീൻ കഷ്ണം അതിലേക്ക് ഇടാം. അയ്യോ, നമ്മൾ ഓരോന്ന് വീതം അകത്തെടുത്ത് ഇടാമെങ്കിൽ കഷ്ണങ്ങളിൽ മര്യാദയ്ക്ക് അരപ്പ് പിടിക്കും. മൂടി വെക്കാവേ. അതവിടെ ഒന്ന് വറ്റട്ടെ. ഞാനിങ്ങനെ ലില്ലിയമ്മ പാചകം ചെയ്യുന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു പ്രത്യേക സ്റ്റൈലാണ് ഈ വെക്കുന്നതിനൊക്കെ, ഓരോന്ന് മിക്സ് ചെയ്ത് അത് ഒഴിക്കുന്നതിനൊക്കെ. അത് ചെയ്ത് ശീലമായതായിരിക്കും അല്ലേ? ചെയ്ത് ശീലമായത്. വീട്ടിലൊക്കെ എപ്പോഴും മീൻകറിയൊക്കെ വെച്ച് എല്ലാവർക്കും എപ്പോഴും മീൻകറിയൊക്കെ വെക്കും. ഇപ്പോഴും ലില്ലിയമ്മ തന്നെയാണ് മീൻകറിയൊക്കെ വെക്കുന്നത്. ഇപ്പം ഞങ്ങൾ തന്നെയുള്ളത് കൊണ്ട് ഞങ്ങൾ തന്നെ വെക്കും. പിന്നെ പിള്ളേരുള്ളപ്പോൾ പിള്ളേർ വെക്കും. എന്നാലും ലില്ലിയമ്മയുടെ കറികൾക്കാണ് ഒരു അത് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ പാചകത്തിനൊപ്പം ലില്ലിയമ്മ നല്ല പാട്ടുകാരിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു പാട്ട് പാടി നോക്കിയാലോ? ഓ, പാടാം. ആണോ? ഏതാ പാടുന്നത്? അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളി ഇട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്, തുമ്പപ്പൂ നിറമുള്ള കൊച്ചരി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുവനേ. ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുവനേ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളി ഇട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുമുണ്ട്. അപ്പോൾ ഉണ്ണാൻ വാ മച്ചുവനെ. മച്ചുവൻ റെഡി ആട്ടോ. കറി റെഡിയാണെങ്കിൽ നമ്മൾ ഉണ്ണാൻ റെഡിയാണ്. നല്ല പാട്ടായിരുന്നു കേട്ടോ അമ്മച്ചി. ഞാൻ അമ്മച്ചി നന്നായിട്ട് പാടുന്നു കേട്ടെങ്കിലും അമ്മച്ചി ഇത്ര നന്നായിട്ട് പാടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം പാചകം അടിപൊളി, പാട്ട് അതിലും അടിപൊളി. അപ്പം നമുക്ക് നോക്കിയേക്കാം അല്ലേ? മാറ്റി വെക്കാം. ഇതുകൊണ്ട് ഇങ്ങനെ പിടിച്ചേ ഇത് കുറയ്ക്കാൻ ഇങ്ങനെ വെക്കാം. മറ്റേത് കഷ്ണം എടുത്തു പോയെങ്കിൽ ചാറ് വേണമെങ്കിൽ ലേശം കൂടെ വറ്റിക്കാം. പിന്നെ തൊട്ട് കൂട്ടാനാണെങ്കിൽ കുറച്ചും കൂടെ വറ്റിയിട്ട് കൂട്ടുന്നതായിരിക്കും നല്ലത്. നല്ല കപ്പപ്പുഴുക്കിനൊക്കെ ആണെങ്കിൽ ഇത്രയും ചാറ് വേണം. അപ്പോൾ എന്തായാലും എനിക്ക് കപ്പപ്പുഴുക്ക് തരുമെന്ന് വിചാരിക്കുന്നില്ല. ഇനി ഇത്തിരി കടുവും നമ്മൾ പൊട്ടിച്ചതല്ലല്ലോ, ഇനിയിപ്പോൾ കടുവ് പൊട്ടിക്കുന്നതിന് പകരം ഇത്തിരി ഉലുവായും കടുവും കൂടെ പൊടിച്ചതാണേ. എന്നിട്ട് അത് ഇച്ചിരി ഞാൻ തൂളി കൊടുക്കാം നമുക്ക്. ഒരു ലേശം ഉപ്പും ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ കടുക് പൊട്ടിക്കുന്നതിന് പകരമുള്ള ടെക്നിക്കാണ് ഇത്. കടുക് പൊട്ടിക്കുന്നതിന് പകരം അതിങ്ങനെ ഉലുവയും കടുകൊക്കെ കടിച്ച് കടിക്കില്ലേ, ഇതിപ്പോൾ കറിയിലേക്ക് തന്നെ അലിഞ്ഞ് ചേർക്കും. അപ്പോൾ അതിൻ്റെതായ രുചി വേറൊരു വ്യത്യാസം ഉണ്ടാവും അല്ലേ? വേറെ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ കറി റെഡിയായി. കറി റെഡിയായി. ഇനി നമുക്ക് കഴിച്ച് നോക്കണം. ഇനി കഴിക്കാം. നമുക്ക് നോക്കിയേക്കാം അല്ലേ? ഇനി തീ ഓഫാക്കട്ടെ. അപ്പോൾ ഞാൻ അയലക്കറിക്ക് ലില്ലിയമ്മേൻ്റെ അടുത്ത് നല്ല കപ്പപ്പുഴുക്കാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എനിക്ക് അപ്പം കിട്ടി. എന്തായാലും നല്ല കള്ളപ്പം അയലക്കറി കൂടെ കഴിക്കാം അല്ലേ? നേരിട്ടെ. ഓ, മതി. നല്ല കള്ളപ്പവും നല്ല അയലക്കറിയും കൂടെ അയലേൻ്റെ പീസൊക്കെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് ഉപ്പും പുളിയൊക്കെ ആയ പാകത്തിന് അടിപൊളിയാണ്. നല്ല അതെനിക്ക് തോന്നിയ കടുക് പൊട്ടിക്കുന്നതിനേക്കാളും അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ആണെങ്കിലും അതുപോലെ തന്നെ ലാസ്റ്റ് ഇടുന്ന എന്താ ഉലുവയും കടയും കൂടെ വറുത്ത് പൊടിച്ചത്. അതും കൂടെ അങ്ങനെ ഇടുന്ന കടുക് പൊട്ടിക്കുന്നതിനേക്കാളും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ടേസ്റ്റ് ലില്ലിയമ്മ പറഞ്ഞ പോലെ തന്നെ അതിനാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ട്. അപ്പം എന്തായാലും നല്ല അതുപോലെ ഇഞ്ചിയും ഉള്ളിയും അരിഞ്ഞിടുന്നതിലും നല്ലത് ഇത് പേസ്റ്റായിട്ട് ഇടുന്നതാണ്. പേസ്റ്റായിട്ട് നമ്മൾ വറുത്ത് ചേർക്കുമ്പോൾ
ഇതിലേക്ക് മൊത്തം അങ്ങ് ലയിച്ച് ചേരും. എന്തായാലും നല്ല അടിപൊളി അയലക്കറിയാണ്. ഇവിടെ വരെ വന്നതിനുള്ള ഗുണമുണ്ടായി. അമ്മച്ചി നല്ല അയലക്കറിയാണ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. അത് കപ്പയ്ക്കും അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനൊക്കെ ചേരും, ഏതിനും കഴിക്കാം. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ തന്നെ കുറച്ച് ടിപ്സുകളൊക്കെ പറഞ്ഞിട്ടാണ് ആ രീതിയിൽ തന്നെ വെച്ച് നോക്കിയിട്ട് അതിൻ്റെ കമൻറ്റുകളിലൂടെ അതിൻ്റെ രുചി അമ്മേനെ അറിയിക്കണം. അപ്പോൾ എന്തായാലും ലില്ലിയമ്മയുടെ പാട്ടും പാചകവും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം നമുക്ക് വീണ്ടും കാണാം അല്ലേ അമ്മച്ചി? അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞേക്കാം. ബൈ.